ലോകത്തിൻ്റെ യുദ്ധത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുമ്പോഴാണ് ആ യുദ്ധത്തിൻ്റെ ഗതി തിരിച്ചുവിടപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹിറ്റ്ലർ ദീർഘനാളത്തെ തയ്യാറെടുപ്പിന് ശേഷം വലിയൊരു സൈന്യത്തെ വാർത്തെടുത്തു. ഒരുപാട് വെടിക്കോപ്പുകൾ അദ്ദേഹം സൃഷ്ടിച്ചു. ലോകം അന്നുവരെ കാണാത്തതായിട്ടുള്ള ഒരുപാട് സൈനിക സാങ്കേതികവിദ്യ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തയ്യാറായി ഇരുന്നതെങ്കിലും അതിൻ്റെ അന്തിമ ലക്ഷ്യം അമേരിക്കയായിരുന്നു. യുദ്ധത്തിൻ്റെ ഗതി ഭയാനകമായി മാറിയത് അദ്ദേഹം അമേരിക്കയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഹിറ്റ്ലർ അമേരിക്കയെ ആക്രമിക്കാൻ ഒരുപാട് വിമാനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചു. അങ്ങനെയാണ് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടനും കൂടെ ചേർന്നിട്ട് B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് കർക്കിടക വാവുവിൽ മഴ പെയ്യുന്നത് പോലെ ജർമ്മനിയിൽ സംഹാര താണ്ഡവം നടത്തിയത്. ജർമ്മനിയിൽ ഒന്നും ഉണ്ടായില്ല. ആ സംഹാര താണ്ഡവത്തിൽ അവർ തരിപ്പണമായി. ഇതുപോലെ തന്നെ ജപ്പാൻ അമേരിക്കയ്ക്കിട്ട് ചൊറിഞ്ഞു. അമേരിക്കയുടെ ഹോണോലുലുവിലുള്ള സൈനിക താവളം അവർ ആക്രമിച്ചു. ആ സൈനിക താവളത്തിൽ ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു. നാവികസേനയുടെ ഒരുപാട് കപ്പലുകൾ അവർ ബോംബിട്ട് തകർത്തു. ഏകദേശം 15,000 പടയാളികൾ ചത്തുപോയി. ആ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വർഷിച്ചത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു വാർത്ത കേൾക്കുന്നത് ഇറാൻ ഇസ്രായേലുള്ള പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ ബേസുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ വരാൻ കാരണം ഇവരെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ വന്ന് ഏർപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ അമേരിക്കയുടെ എംബസികൾ ആക്രമിച്ചാൽ, അമേരിക്കയുടെ സ്വത്തുകൾ ആക്രമിച്ചാൽ, അമേരിക്കയുടെ വിഭവങ്ങൾ ആക്രമിച്ചാൽ പിന്നെ വടി കൊടുത്ത് അടി വാങ്ങുന്നതിന് തുല്യമാണ്. അവർ ഇറാനെ അടിച്ചിരിക്കും. ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അത് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത്. പക്ഷേ അവർ എങ്ങും തൊടാതെ ഇരിക്കുകയാണ്. പക്ഷേ അവരെ ഇറാൻ ആക്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക യുദ്ധത്തിനിറങ്ങും. പിന്നെ ഇറാൻ തവിടുപൊടിയാവും.